Hi friends, നമ്മൾ ഇന്ന് ഇന്ത്യൻ ഭരണഘടന നമ്മൾ കുറെ ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കിന്ന് എന്ത് ചെയ്യാം? ഇനി നമുക്ക് അതിന്റെ ഭാഗം ഫുള്ള് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത സിലബസിലേക്ക് മൊഡ്യൂളിലേക്ക് കടക്കുന്നുള്ളൂ. നമ്മൾ ഇന്ത്യൻ നമ്മുടെ LDC ബേസ് ചെയ്തിട്ടുള്ള സിലബസിൽ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്? കേരളം ഭരണ സംവിധാനം അല്ലെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, സുപ്രധാന നിയമങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, പിന്നെ എക്കണോമിക്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ജോഗ്രഫി നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ് എടുത്തിട്ട് വന്നു, കുറെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. അതിൽ വ്യൂസ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ആ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് അവിടെ പെൻഡിങ്ങിൽ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ പകുതി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഇത്രയും ടോപ്പിക് നമ്മുടെ സിലബസ് ഇതാണല്ലോ, ഇന്ത്യൻ ഭരണഘടനയിൽ 5 മാർക്ക് തരുന്നത്. നമ്മൾ എന്താണ് സിലബസിലെ ഏറ്റവും കൂടുതൽ കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് നേടുന്നത് ഏത് മൊഡ്യൂളാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം തീർത്തു വന്നത് അല്ലേ? ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇത്രയാണ് നമുക്ക് ഏത് വരുന്നത്, സിലബസിൽ ഈ ഏരിയ ആണ് വരുന്നത്. ഇതിൽ നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് ഭരണഘടനാ നിർമ്മാണ സഭ, ഈ ഭാഗം സമിതിയിലെ ഭരണഘടനാ നിർമ്മാണ സമിതി, അതായത് നിർമ്മാണ സഭ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ? ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമ്മൾ എന്ത് ചെയ്തു, ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആമുഖം കഴിഞ്ഞു, പൗരത്വം കഴിഞ്ഞു, പിന്നെ ഭരണഘടനാ ഭേദഗതികൾ ഈ ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ല, ഇത് എടുത്തിട്ടില്ല. പക്ഷെ ഈ ഭരണഘടനാ ഭേദഗതികൾ നടപ്പാക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പ്രകാരം മാത്രമാണ് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുള്ളൂ. നമ്മളൊരു ഭരണഘടനാ ഭേദഗതി പഠിക്കുന്ന സമയം എനിക്ക് ഏറ്റവും ഞാൻ ചെയ്ത ക്ലാസ്സുകളിൽ ഏറ്റവും നല്ല ക്ലാസ്, എനിക്ക് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ്സാണ് ഇത്, ഈ ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കുന്നത് എങ്ങനെ എന്നുള്ളത്. അപ്പൊ അത് എന്ത് ചെയ്യാ, നല്ല രീതിയിൽ ഞാൻ ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. അത് എങ്ങനെയാണ് ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുന്നത് എന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എന്താണ് 42 പറയുന്നത്, എന്താണ് 44, 52, 73 പറയുന്നത് പഠിക്കാനുള്ളത്. അങ്ങനെ അത് എടുത്തിട്ടുണ്ട്. ആമുഖം കഴിഞ്ഞു, പൗരത്വം കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ഈ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊക്കെ വരുന്നതാണ് സുപ്രീം കോടതി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ എമർജൻസി ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT ഒരൊറ്റ വീഡിയോയിൽ, ഒരു മാരത്തോൺ പോലെ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, SCRT ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് മൗലിക കടമകളാണ്. ഓക്കെ, മൗലിക അവകാശം പറയുമ്പോൾ നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ക്ലാസ് നമുക്ക് ഒതുങ്ങില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അത് 2-3 പാർട്ടാക്കിയിട്ട് ഇട്ടാലേ മനസ്സിലാവുള്ളൂ. നോക്കട്ടെ, ഒന്നിൽ തന്നെ ഇട്ട് തരാൻ പറ്റണെങ്കിൽ അത്രയും ചെയ്തു തരാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് മൗലിക കടമകളാണ്. ഓക്കെ, മൗലിക കടമകൾ കഴിഞ്ഞിട്ട് നമുക്ക് മാർഗനിർദ്ദേശ തത്വങ്ങൾ, അങ്ങനെ ഇതും എന്ത് ചെയ്യാം, ഇത് നമുക്ക് ഓർഡർ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് എപ്പോഴും ഒരു മാർക്ക് ഈ ഭാഗം വരും. ഇതൊക്കെ വേഗം നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ ഇത്രയും ഭാഗം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. SCRT അടക്കം ഞാൻ ഒരൊറ്റ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അത് ഫുള്ളും ചെയ്തു നോക്കുക. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഡിഗ്രി ലെവൽ എന്താണോ നമ്മൾ ഇപ്പൊ ഇതൊക്കെ പഠിക്കുന്നത്, ആ ലെവലിലാണ് നമ്മൾ ക്ലാസ് എടുത്താന്നിരിക്കുന്നത് കേട്ടോ. ഒന്ന് പോയിട്ട് ഒന്ന് വാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്ന എവിടെയാണ് മാർക്ക്. ഓക്കെ, നമുക്കപ്പോ ഇന്ന് മൗലിക കടമകളിലേക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഈ മൗലിക കടമ അല്ലെ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. നമ്മുടെ മാർക്കിൽ എന്നും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്ത് നിന്നുള്ള ഒരു മാർക്ക് വരുന്ന ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എപ്പോഴാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26 അല്ലേ? 1950 ജനുവരി 26 നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. ഓക്കെ, ആ സമയത്തൊന്നും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് എന്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല? ഈ മൗലിക കടമകളെ കുറിച്ചിട്ടുള്ള ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ മൗലിക കടമകളെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ അറിഞ്ഞിരിക്കേണ്ടതോ ചെയ്തിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടനയിലൊന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 അപ്പൊ ആ ഭരണഘടനയിൽ എന്തുണ്ടായിരുന്നില്ല, മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കാം. അങ്ങനെ 50 കാലഘട്ടങ്ങൾ കഴിഞ്ഞു. 1975 നമ്മുടെ ഇന്ത്യയില് ആഭ്യന്തര അടിയന്തരാവസ്ഥ നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, പൗരന്മാർക്കായിട്ടുള്ള മൗലിക കർത്തവ്യങ്ങള് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള ചർച്ചകളൊക്കെ സജീവമാകുന്നത് എപ്പോഴാണ്? അതായത് നമ്മുടെ ഇന്ത്യൻ പൗരന്മാര്, അതായത് നമ്മൾ ഓരോരുത്തരും അല്ലേ, ആ പൗരന്മാർക്കായിട്ടുള്ള മൗലിക കർത്തവ്യങ്ങള് ഇന്ത്യൻ ഭരണഘടനയില് ഉൾപ്പെടുത്താനുള്ള ചർച്ചകൾ സജീവമാകുന്നത് എപ്പോഴാണ്? 1975 കാലഘട്ടത്തില് നമ്മുടെ ഇന്ത്യയില് ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോ ആ സമയത്താണ് സ്വരൺ സിംഗ് കമ്മിറ്റി, എന്താണ്
സ്വരൺ സിംഗ് കമ്മിറ്റി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്വരൺ സിംഗ് കമ്മിറ്റി മൗലിക കടമകൾ എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. 1975 കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു അല്ലെ. അങ്ങനെ 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പാർട്ടി എന്ത് ചെയ്യാണ്, സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. ഏത് കാലഘട്ടത്തിലാണ്? 1976 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ത് ചെയ്യാണ്, ഈ സർദാർ സ്വരൺ സിംഗിന്റെ അധ്യക്ഷതയിൽ, ആരാണ് അധ്യക്ഷൻ? സ്വരൺ സിംഗ് അല്ലെ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയാണ്. അങ്ങനെ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും പഠിക്കുക എന്നതായിരുന്നു ഈ കമ്മിറ്റിയുടെ ദൗത്യം. അപ്പൊ സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ദൗത്യം എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും പഠിക്കുക എന്നതാണ് സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ദൗത്യമായിട്ട് വന്നത്. അങ്ങനെ മൗലിക കർത്തവ്യങ്ങൾക്കായിട്ട് ഒരു പുതിയ ഭാഗം നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം എന്നതായിരുന്നു സ്വരൺ സിംഗ് കമ്മിറ്റി എന്ത് ചെയ്തത്, മുന്നോട്ട് വെച്ച നിർദ്ദേശം. എന്ത് ചെയ്തു? എന്താണ് ഈ കമ്മിറ്റി നിർദ്ദേശിച്ചത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയില് ഒരു പുതിയ ഭാഗം എന്ത് ചെയ്യണം, നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കണം. എന്തിനു വേണ്ടിയിട്ട്? മൗലിക കടമകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അന്ന് ആ കമ്മിറ്റിയിൽ സർദാർ സ്വരൺ സിംഗ് എത്ര മൗലിക കടമകളാണ് നിർദ്ദേശിച്ചത്? 8 മൗലിക കടമകളാണ് നിർദ്ദേശിച്ചത്. പക്ഷേ 1976 കാലഘട്ടത്തിൽ തന്നെ 42ാം ഭേദഗതി കൊണ്ടുവരികയും 8 മൗലിക കടമയല്ല, എത്ര മൗലിക കടമ കൊണ്ടുവന്നു? 10 മൗലിക കടമകളാണ് കൊണ്ടുവന്നത്. 1976 കമ്മിറ്റി നിർദ്ദേശിച്ചത് 8 മൗലിക കടമകള്, പക്ഷെ 76 നമ്മുടെ ഭേദഗതി കൊണ്ടുവന്നു അല്ലെ, 42ാം ഭേദഗതി. ഇതൊക്കെ ചോദിച്ചതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. പിന്നെ സ്വരൺ സിംഗ് കമ്മിറ്റിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. 1976 42ാം ഭേദഗതി എത്ര മൗലിക കടമകൾ കൊണ്ടുവന്നു? 10 മൗലിക കടമകൾ കൊണ്ടുവന്നു. ചോദിച്ചിട്ടുണ്ട്. മൗലിക കടമകൾ നിലവിൽ വരുന്ന സമയത്ത് എത്ര മൗലിക കടമകളാണുള്ളത് ചോദിച്ചിട്ടുണ്ട്. 10, 11, 9, 8 എന്നൊക്കെ തരാറുണ്ട്. അപ്പൊ 10 മൗലിക കടമകളാണ്. അനുച്ഛേദം ഏതാണ്? 51A ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്രാമത്തെ ഭാഗത്തിലാണ്? 4Aയിലാണ്. രണ്ടവിടെയും A വരുന്നുണ്ടെന്ന് ആലോചിക്കണം കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് രാജ്യത്തിൽ നിന്നാണ് നമ്മുടെ മൗലിക കടമ ഇന്ത്യൻ ഭരണഘടന കൈക്കൊണ്ടിരിക്കുന്നത്? അത് റഷ്യയിൽ നിന്നാണ്, USSRൽ നിന്നാണ് കേട്ടോ. അങ്ങനെ 51Aയിലാണ് അനുച്ഛേദം എന്ന് പറയുന്നുണ്ട്. അതിൽ 51Aയില് 10 മൗലിക കടമകളാകുമ്പോ A മുതൽ എത്ര വരെയായി? J വരെയായി. ഓക്കെ. അപ്പൊ ഈ ഭാഗം മനസ്സിലായോ? ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? സ്വരൺ സിംഗ് കമ്മിറ്റി എന്താണെന്ന് മനസ്സിലായി. 1976 കാലഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഒരിക്കലും നമ്മുടെ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു വളഞ്ഞുള്ള ചോദ്യങ്ങളായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റേറ്റ്മെന്റ് ലെവല് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. നമ്മള് 1948 നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. എപ്പോഴാണ് മനുഷ്യാവകാശ ദിനം? December 10 നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഈ അനുച്ഛേദം ഒന്ന് നോക്കണേ. 29(1). ഏതാണ്? അനുച്ഛേദം 29(1) എന്ത് പറയുന്നുണ്ട്? ഓരോരുത്തർക്കും, ഒന്ന് പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഓരോരുത്തർക്കും സമൂഹത്തോട് ചില കർത്തവ്യങ്ങൾ ഉണ്ടെന്നും എങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസം സാധ്യമാകൂ എന്നും പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? ഏത് അനുച്ഛേദത്തിലാണ്? 29(1). ഏതിലാണ് ഈ അനുച്ഛേദം 29 എന്ന് വരുന്നത്? 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അനുച്ഛേദം 29(1). അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ. അല്ല നമ്മുടെ ഭരണഘടനയല്ല പറയുന്നത്. 1948 അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഒരു രേഖയുണ്ടല്ലോ, ആ രേഖയിലെ അനുച്ഛേദം 29(1) പറയുന്നത്.
നമ്മുടെ ഇന്ത്യൻ പൗരന്മാർക്ക് കുറച്ച് കടമകളൊക്കെ കൊടുത്താൽ മാത്രമേ അവർ ഇന്ത്യൻ എന്താണ് അവരുടെ ജീവിതത്തിന് ഒരു പൂർണ്ണവും സ്വതന്ത്രവുമായ വികാസമൊക്കെ സാധ്യമാകൂ എന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഈ കോട്ടിങ്സും ഇതൊക്കെ കൂടി ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മൗലിക കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് സ്വരൺ സിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ചത്. ഓക്കെ, സ്വരൺ സിംഗ് കമ്മിറ്റി മുന്നോട്ട് വരാൻ തന്നെ കാരണം എന്താണ് ഈ പ്രഖ്യാപനം, ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ ഈ അനുച്ഛേദം 29(1) പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ ആ കോട്ടിങ്സിനെയൊക്കെ ഉൾക്കൊണ്ടിട്ടാണ് സ്വരൺ സിംഗ് കമ്മിറ്റി 76 നിലവിൽ വരുന്നത്. മനസ്സിലായല്ലോ? അങ്ങനെ 1976 അല്ലേ ഏത് വന്നത് 42-ാം ഭേദഗതി 1976 വന്നു. 77 ജനുവരി 3 അത് നിലവിൽ വന്നത്. 1976 42-ാം ഭേദഗതി നിലവിൽ വന്നത് 1977 ജനുവരി 3 പഠിച്ചല്ലോ. ഇനി എന്താണ് ഈ 42-ാം ഭേദഗതി എന്ന് പറയുന്നത്? 1976 42-ാം ഭേദഗതിയിൽ എത്ര മൗലിക കടമകളാണ്? 10 മൗലിക കടമകളാണ്. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് അവർ ജോഡികൾ, അത് പഠിക്കണം കേട്ടോ. അങ്ങനെ പഠിക്കുക. ഇന്ദിരാഗാന്ധിയും ഫക്രുദ്ദീൻ അലി അഹമ്മദ് പഠിച്ചു. അങ്ങനെ ഇപ്പൊ എത്ര പേര് കടമയുള്ളൂ? 10 ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതുവരെ പഠിച്ചത് 10. ഇനി നമ്മൾ 11-ാമത്തേലേക്ക് കിടക്കുകയാണ്. അങ്ങനെ 76 കാലഘട്ടം കഴിഞ്ഞു. 2002 ഓക്കെ, 2002 86-ാമത്തെ ഭേദഗതി കൂടെ ഒരു മൗലിക കടമകൾ കൂടി എന്ത് ചെയ്തു നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. അങ്ങനെ 10 മൗലിക കടമ എന്നുള്ളത് 11 മൗലിക കടമയാ. അപ്പൊ ഇപ്പൊ എത്രയേ ഉള്ളൂ? 11 ഉള്ളൂ. 1976 42-ാം ഭേദഗതി, അതായത് ഭരണഘടന മൗലിക കടമകൾ നിലവിൽ വരുന്ന സമയത്ത് എത്രയാണ്? 10. 2002 86-ാം ഭേദഗതിയോട് കൂടിയിട്ടാണ് 11 മൗലിക കടമകളായത്. അങ്ങനെ എന്താണ് ഈ 11-ാമത്തെ മൗലിക കടമ എന്ന് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ട് ഭരണഘടന നിഷ്കർഷിക്കുന്നത്. സർക്കാരിന്റെ അല്ല, രക്ഷിതാക്കളുടെ കടമയാണ് കേട്ടോ. ഇവിടെ രക്ഷിതാക്കളുടെ കടമയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം ഒരുക്കേണ്ടത് ആരുടെ കടമ? രക്ഷിതാക്കളുടെ കടമയാണ് എന്നാണ് പറയുന്നത്. അതാണ് 11-ാമത്തെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. പഠിക്കണം. 11-ാമത്തെ മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഏത് ഭേദഗതിയാണ് എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 86-ാമത്തെ ഭേദഗതിയാണ്. 2002 നിലവിൽ വന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞു 51(a) എ മുതൽ ജെ വരെയാണ് 10 മൗലിക കടമകൾ എങ്കിൽ ഇപ്പോ 51(a) 11 മൗലിക കടമകളായപ്പോൾ എത്രയായി? എ മുതൽ കെ വരെയായി. ഓക്കെ, എ മുതൽ കെ വരെ. ഓക്കെ, പഠിച്ചല്ലോ. ഈ പോയിന്റ് ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിരുത്തിയിട്ട് നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മനസ്സിരുത്തി വായിക്കുക. ഒരു ഇന്ത്യൻ പൗരൻ മൗലിക കടമകൾ നിർവഹിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ട് കോടതിക്ക് ആ വ്യക്തിക്കെതിരെ കേസെടുക്കാൻ ആകില്ല. പക്ഷേ അവിടെ ഒരു പക്ഷേ വരുന്നുണ്ട്. ആ കടമ ഒരു നിയമമായിട്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. നോർമലി നോക്കുകയാണെങ്കിൽ മൗലിക കടമ അനുസരിച്ചില്ല എന്ന് പറഞ്ഞൊന്നും കോടതിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ ആ കടമ എന്താണ്? ഒരു നിയമമായിട്ട് പാർലമെന്റ് എന്ന് പറയുമ്പോൾ ആരാണ്? ലോകസഭയും രാജ്യസഭയും പ്രസിഡന്റും കൂടി ചേർന്നതാണ് ഒരു പാർലമെന്റ് എന്ന് പറയുന്നത്. ആ പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് പാലിക്കാത്തവരെ ശിക്ഷിക്കാൻ ആർക്ക് അധികാരമുണ്ട്? കോടതിക്ക് അധികാരമുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ മൗലിക കടമകളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്? നമ്മുടെ മൗലിക കടമ, അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ചിലത് ധാർമ്മിക കടമകളാണ്, മറ്റുള്ളതോ പൗരധർമ്മങ്ങളാണ്. അതായത് മൗലിക കടമകളിൽ 10-11 മൗലിക കടമകളുണ്ട് അല്ലെ? ആ 11 മൗലിക കടമകളിൽ ചിലത് എന്താണ്? ധാർമ്മിക കടമകളാണ്, മറ്റുള്ളതോ പൗരന്റെ ധർമ്മങ്ങളാണ്. അതുപോലെ ദേശീയ പതാക, ഗാനം എന്നിവയെ ബഹുമാനിക്കേണ്ടത് ഏത് പ്രകാരമാണ്? അത് നമ്മുടെ ഒരു പൗരന്റെ ധർമ്മമാണ്. അവിടെ അതൊരു ധാർമ്മിക കടമയല്ല, അതൊരു പൗരന്റെ ധാർമ്മികമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ഗീതത്തെ കുറിച്ചിട്ട് ഒരിക്കലും പ്രഖ്യാപിക്കില്ല. ദേശീയ ഗീതമായ വന്ദേ മാതരം
സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നില്ല. ഇവിടെ പതാകയെയും ഗാനത്തെയും മാത്രമാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം ബഹുമാനിക്കേണ്ടത് പൗരന്റെ ധർമ്മമാണ് എന്ന് പറയുന്നതിന്റെ മൗലിക കടമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് ആഹാ അത് കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് വരും അല്ലേ. പക്ഷെ അവിടെ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കുക, ഗീതത്തെ കുറിച്ചിട്ട് അവിടെ പറയുന്നില്ല കേട്ടോ. ഇനി ഇന്ത്യൻ പാരമ്പര്യം, പുരാണങ്ങൾ, മതങ്ങൾ, അനുശീലനങ്ങൾ എന്നിവയൊക്കെ ഉൾക്കൊണ്ടതാണ് നമ്മുടെ എന്താ മൗലിക കടമകൾ. ഇന്ത്യൻ പാരമ്പര്യവും പുരാണങ്ങളും മതങ്ങളും അനുശീലനങ്ങളും എന്നിവയിലെ മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ടതാണ് ഏത് നമ്മുടെ മൗലിക കടമകൾ. അവയ്ക്ക് ഇന്ത്യൻ ജീവിത രീതിയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ഗാഢമായിട്ടുള്ള ബന്ധമുണ്ട്. മൗലിക കടമകള് നമ്മുടെ ഇന്ത്യൻ, ഇതൊക്കെ ചോദിച്ചതാണ് കേട്ടോ, ഇത് സ്റ്റേറ്റ് ചോദിച്ചതാണേ, ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് ബാധകം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിയല്ലേ? നമുക്കിത് ഒരു ഊഹിച്ച് ഇതാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് എന്ത് ബാധകമായതാണ് ഇത് മൗലിക കടമ എന്ന് പറയുന്നത്. ഞാൻ പറയാണ്, നമ്മുടെ ദേശീയ പതാകയെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് മനസ്സിൽ അതിനെ ആദരിക്കുന്നത്? നമ്മൾ അതിനെ ചവിട്ടോ അല്ലെങ്കിൽ വലിച്ചെറിയോ? ഇല്ല. നമ്മൾ അതിനെ കയ്യിലെടുത്ത് നോക്കി കാണുമ്പോൾ തന്നെ നമ്മളൊരു ആത്മനിർവീര്യം ഉൾക്കൊള്ളും അല്ലേ? കാരണം നമ്മൾ ആ 1947 ആ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലേക്ക് നമ്മളൊരൊറ്റ ഒരു തിരിഞ്ഞു നോട്ടമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ കുറ്റം പറയല്ല. ഇപ്പോ വേറൊരു രാജ്യത്തിന്റെ ദേശീയ പതാകയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് എങ്കിൽ നമ്മുടെ ദേശീയ പതാക കയ്യിലൂന്നി നിൽക്കുന്ന പോലെ നമുക്ക് ആ പതാകയെ നമ്മുടെ കയ്യിൽ എന്തി നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അതിനെ ബഹുമാനിക്കാൻ നോക്കോ? ഇല്ല. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ തന്നെ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് എന്ത് മൗലിക കടമകള് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ന്യായവാദത്തിന് അർഹമല്ല. കോടതികൾക്ക് നടപ്പിലാക്കാനോ നിർദ്ദേശിക്കാനോ ആകില്ല. മൗലിക കടമകൾ നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ട് കോടതിയിലൊന്നും ആർക്കെതിരെയും കേസ് കൊടുക്കാനൊന്നും പറ്റില്ല എന്നാണ് പറയുന്നത്. ഇനി ആ 11 മൗലിക കടമകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ വരാറുണ്ട്. മൗലിക കടമകൾ ഉൾപ്പെടാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് 1 തെറ്റും തരും, 3 ശരിയായിട്ടുള്ളത് തരാറുണ്ട്. അപ്പോൾ 11 മൗലിക കടമകൾ നല്ല രീതിയിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഭരണഘടനയെ അനുസരിക്കുകയും അതിന്റെ ആദർശങ്ങളെയും സ്ഥാപനങ്ങളെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദേശീയ സമരത്തിന് പ്രചോദനം നൽകിയ മഹനീയ ആദർശങ്ങളെ പരിപോഷിപ്പിക്കുകയും പിന്തുടരുകയും ചെയ്യുക. നമ്മുടെ ഭാരതത്തിന്റെ പരമാധികാരവും ഐക്യവും അഖണ്ഡതയും നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക. നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുകയും ദേശീയ സേവനം അനുഷ്ഠിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അത് അനുഷ്ഠിക്കുകയും ചെയ്യുക. നമ്മുടെ രാജ്യത്ത് അത് പറഞ്ഞു അല്ലെ, മതപരവും ഭാഷാപരവും പ്രാദേശികവും വിഭാഗീയവുമായ വൈവിധ്യങ്ങൾക്ക് അതീതമായി ഭാരതത്തിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ സൗഹാർദ്ദവും പൊതുവായ സാഹോദര്യ മനോഭാവവും പുലർത്തുക. സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന ആചാരങ്ങൾ പരിത്യജിക്കുക. നമ്മുടെ സമ്മിശ്ര സംസ്കാരത്തിന്റെ സമ്പന്നമായ പാരമ്പര്യത്തെ വിലമതിക്കുകയും നിലനിർത്തുകയും ചെയ്യുക. വനങ്ങളും തടാകങ്ങളും നദികളും വന്യജീവികളും ഉൾപ്പെടുന്ന പ്രകൃതിയാലുള്ള പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ജീവികളോട് കാരുണ്യം കാണിക്കുകയും ചെയ്യുക. ശാസ്ത്രീയമായ കാഴ്ചപ്പാടും മാനവികതയും അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവവും വികസിപ്പിക്കുക. പൊതുസ്വത്ത് സംരക്ഷിക്കുക. അക്രമം ഉപേക്ഷിക്കുക. എല്ലാ മണ്ഡലങ്ങളിലും മികവ് കാട്ടി രാഷ്ട്രത്തിന്റെ ഔന്നത്യത്തിന്റെ പാതയിൽ മുന്നേറുവാൻ സഹായിക്കുക. 6നും അതാണ് 11ാമത്തെ മൗലിക കടമ. 6നും 14നും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കുക. ഇതൊക്കെയാണ് 11 മൗലിക കടമകളിൽ പ്രതിപാദിച്ചത്. ഇനി ഒരു കമ്മിറ്റിയെ പറയുന്നുണ്ട്, വർമ്മ കമ്മിറ്റി. അപ്പൊ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നെ ഇതിൽ തന്നെ 1998 കാലഘട്ടത്തില് വർമ്മ കമ്മിറ്റി നിലവിൽ വന്നു. ആ വർമ്മ കമ്മിറ്റി ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി, വർമ്മയാണ് അധ്യക്ഷൻ. ആ വർമ്മ കമ്മിറ്റി നിലവിൽ വന്നത് 1999 വർമ്മ കമ്മിറ്റി നിലവിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടോ. 1998 വർമ്മ കമ്മിറ്റി നിലവിൽ വന്നു. റിപ്പോർട്ട് സമർപ്പിച്ചത് റിപ്പോർട്ടാണ് 1999. എന്തിനു വേണ്ടിയിട്ടാണ് ഈ വർമ്മ കമ്മിറ്റി നിലവിൽ വന്നത്? നമ്മുടെ ഭരണഘടനയിലെ ഈ മൗലിക കടമകൾ പറഞ്ഞു അല്ലെ, ആ മൗലിക കടമകളില് നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കാനാണ്. നിയമവ്യവസ്ഥകളുടെ മൗലിക കടമകളിൽ നടപ്പിലാക്കേണ്ട നിയമവ്യവസ്ഥകളുടെ നിലനിൽപ്പ് പരിശോധിക്കുന്നതിനായിട്ടാണ് വർമ്മ കമ്മിറ്റി നിലവിൽ വന്നത്. അപ്പൊ 2 കമ്മിറ്റികളും മൗലിക കടമകൾ പഠിക്കുമ്പോൾ പഠിക്കുക. സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. വർമ്മ കമ്മിറ്റി നമ്മൾ വേണമെങ്കിൽ ഒന്ന് കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കും. അപ്പൊ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇതും കൂടി പറഞ്ഞത് കേട്ടോ. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമായല്ലോ? ഇഷ്ടമാവുന്നുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അതോ ബോർ അടിക്കുന്നുണ്ടോ? ക്ലാസ് ഒക്കെ അറിയാതെ പോകുന്നുണ്ടോ?
ഒക്കെ ഒന്ന് താഴെ ഒന്നൊക്കെ എന്തുണ്ടെങ്കിലും നിങ്ങൾ അഭിപ്രായം സ്നേഹത്തോടെ, അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും എന്ത് ചെയ്യുക, സ്നേഹത്തോടെ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്നും കൂടി ഇനേബിൾ ചെയ്യണം കേട്ടോ. എന്നിട്ട് താഴെ കമന്റ് ഒക്കെ കൊടുക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യും. ഓക്കെ, ഒന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ക്ലാസ് അപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നേരെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഞാൻ ടെലിഗ്രാമിൽ ഇടുമ്പോൾ കിട്ടുമല്ലോ. പിന്നെ യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നല്ല പഠിക്കുക കേട്ടോ. ഏപ്രിൽ മാസമായി, നിങ്ങൾക്ക് 27 ആയി ഡേറ്റ്, ഏപ്രിലായി. പഠിപ്പിക്കുകയല്ല, പഠിത്തം ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് മാസമായി ഡേറ്റ് ആയി, മാസമായി ഡേറ്റ് ആയി പറഞ്ഞിട്ട് ഇങ്ങനെ റിപ്പീറ്റേഷൻ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനലിൽ പരമാവധി ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയ അടുത്ത റാങ്കുകൾ നിങ്ങളുടെ കൈകളിൽ ഒതുങ്ങും. അപ്പൊ നന്നായിട്ട് പഠിക്കുക കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.